വളരുന്ന പൈശാചിക സഭകളും തളരുന്ന കുഞ്ഞാടുകളും. കഴിഞ്ഞ ദിവസം i2i ന്യൂസ് നൽകിയ ചില വാർത്തകളിൽ ഞാൻ ഓർത്തഡോക്സ് സഭയെ പൈശാചിക സഭ എന്ന പരാമർശം നടത്തി എന്നും പറഞ്ഞ് ഒരു വിശ്വാസി ഇന്നെ വിദേശത്തു നിന്നും വിളിക്കുകയുണ്ടായി. അതിന്റെ കുറച്ചു ഭാഗം മാത്രം ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഹലോ ഹലോ, വിശ്വാസല്ലേ? അതെ. നിങ്ങൾ ഈ ന്യൂസ് ഇറക്കുമ്പോഴേ കറക്റ്റ് കാര്യം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മെത്രാന്മാർ. പക്ഷേ ഈ പൈശാചിക സഭ എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വാസികൾ കൂടെ എടുക്കുന്നത്, നിങ്ങളും കൂടെ എടുക്കുന്ന ഒരു സഭയാണ് കേട്ടോ. നിങ്ങൾ എന്തും അങ്ങ് അടിച്ചുവിടാന്നൊരു ചിന്തയുണ്ടല്ലോ, അതൊരു ശരിയായ നടപടിയല്ല. ഓക്കെ, നിങ്ങൾക്ക് വിമർശിക്കാം, മെത്രാന്മാരെ വിമർശിക്കാം, വൈദികരെ വിമർശിക്കാം. ഈ പൈശാചിക സഭ എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഒട്ട് വിശ്വസിച്ച് പോകുന്നൊരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. നിങ്ങൾക്ക് വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ മെത്രാന്മാരെ കുറ്റം പറഞ്ഞു, കുറ്റം ചെയ്യുന്ന മെത്രാന്മാർക്കെതിരെ പറഞ്ഞു, അതിനൊന്നും ആരും ഒരു കുറ്റമൊന്നും പറഞ്ഞില്ല. പക്ഷേ മലങ്കര ഓർത്തഡോക്സ് സഭ ഈ പൈശാചിക സഭ എന്നായി തുടങ്ങി. നിങ്ങളും നിങ്ങളുടെ അപ്പന്മാരും എല്ലാ സഭയിലല്ലേ വളർന്നു വന്നേ. ഇപ്പൊ ഇത് കണ്ട് വളരെ വിഷമത്തോടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പോലും നടന്നത്. കാരണം ഇവന്മാരുടെ പ്രവൃത്തികളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വിമർശിക്കാം, വിമർശിക്കുന്നതിനൊന്നും ആരും, എനിക്കും വിമർശിക്കാം, നിങ്ങൾക്കും വിമർശിക്കാം, ആർക്കും വിമർശിക്കാം. പക്ഷേ മലങ്കര ഓർത്തഡോക്സ് സഭയെ ഒരു പൈശാചിക സഭയെന്ന് കുത്തിച്ചേർക്കുന്നത് മലങ്കര വിശ്വാസികൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ പൂർവ്വപിതാക്കന്മാരെ പഠിപ്പിച്ചു തന്ന പാതയിൽ ഞാൻ ഇപ്പോഴും ആ സഭയിൽ വിശ്വസിച്ച് പോകുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും, നിങ്ങളും തിരുവനന്തപുരം പള്ളി ഒരുപറ്റം വിശ്വാസികൾ, ഇത്ര അച്ഛന്മാർ എത്ര ചകഞ്ഞു നോക്കിയാലും, ഏത് സഭയെ നോക്കിയാലും, ഏത് ഹിന്ദു സമൂഹത്തിൽ നോക്കിയാലും കുറ്റം ചെയ്യുന്ന വൈദികരും സന്യാസിമാരും ഉണ്ട്. ഇന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മ്ലേച്ഛതകളും തിന്മകളും ചെയ്യുന്നത് നമ്മുടെ വിഭാഗത്തിലുള്ള ഈ വൈദികരാണ്. സഭയ്ക്ക് ഞാൻ കൊടുത്തത്. കാരണം അവര് പോലും ഒരു കാരണവശാലും പോകത്തില്ല. കാരണം അവർക്ക് തന്നെ അറിയാം അത് പോയാൽ അവർക്ക് ബാക്ക് ഫയർ ചെയ്യുമെന്ന്. ഇല്ല, അവർ എന്റെ പേര് കേസ് കൊടുത്തന്നെ എന്നേ നിങ്ങൾ നന്നാക്കാൻ നോക്കിയാലോ, ഞാൻ നന്നാക്കാൻ നോക്കിയാലോ, ബാവാതിരിമയെ നന്നാക്കാൻ നോക്കിയാലോ, മെത്രാന്മാരെ നന്നാക്കാൻ നോക്കിയാലോ തെറ്റ് ചെയ്യുന്ന വൈദികർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് സഭയുടെ ഏറ്റവും തലപ്പത്തുള്ള തന്നെയല്ലേ ഈ ജീർണീകരണം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് പിരിച്ച 15 കോടി രൂപ ഇതുവരെ സ്ഥലം പോലും മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഓർത്ത് നോക്കി. എന്നിട്ട് ആ പൈസ കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് അതിനൊക്കെ വിമർശിക്കാം, അതിനൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളൂ, നിങ്ങൾ പറഞ്ഞ ഒരു പദം പൈശാചിക സഭ, അത് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്ന ഒരു ഈ അവസ്ഥ മാറണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ തിന്മകളും ഈ ചെയ്തികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് ഇത് മാറണം. വിശ്വാസികൾക്ക് പ്രതിഷേധിക്കാം, തീർച്ചയായിട്ടും പ്രതിഷേധിക്കാം. ഈ മലങ്കര സഭയിലുള്ള എനിക്കും നിങ്ങൾക്കും മറ്റുള്ള എല്ലാ വിശ്വാസികൾക്കും പ്രതിഷേധിക്കാം. പക്ഷെ നിങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു പൈശാചിക സഭ നോക്കുമ്പോൾ നിങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ മാറി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, എന്റെ സഭ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്, ആ വാക്ക് കേൾക്കുമ്പോൾ ആർക്കും സഹിക്കത്തില്ല. അല്ല, നമ്മളിത് താല്പര്യത്തോടെയോ സന്തോഷത്തോടെയോ അല്ല, നമ്മളും വളരെ വിഷമത്തോടെ. കാരണം ഒരു ദിവസം ഇത് ഇവന്മാർ വരരുതെന്ന് ഓർത്താണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും വരുന്നത്. ഒന്ന് ഓർത്തു നോക്കി, ഇത്തരത്തിലുള്ള ചെയ്യുന്നവരെ മാറ്റിപ്പോലും നിർത്താനുള്ള മാന്യത ഇവന്മാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനും പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. ഈ അഞ്ചച്ചന്മാർ കേസില് വൈദികർ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനും പറഞ്ഞിട്ടുള്ള ഇത് കാണിക്കുന്നത് ശരിയല്ല, മാറ്റണം. എല്ലാം ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, അതിനകത്തൊന്നും തെറ്റില്ല. നമ്മുടെ കുടുംബാംഗങ്ങളെ തന്നെ ഇവന്മാരുടെ അടുത്തേക്ക് വിടുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും നമ്മുടെ സഹോദരങ്ങളും പോലും ഇപ്പുറത്തെ ഇവരെ സർപ്പസന്തതികൾ എന്ന് വിളിക്കുന്നിടത്ത് വിളിച്ചിട്ടുണ്ട്, ചാട്ട എടുത്തിട്ടുണ്ട്. വളരെ ചാട്ട എടുക്കണം. ഞാൻ പറഞ്ഞ അതല്ല, നിങ്ങൾ പറയുന്നതിന് ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇത് വയനാട്ടിൽ പോയി പൈസ മാറ്റി, അത് ആരും ഒന്നും പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ഒരു പദപ്രയോഗമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഉചിതമായ പദപ്രയോഗങ്ങൾ പ്രയോഗിക്കേണ്ട സ്ഥലത്ത് ക്രിസ്തു പോലും പ്രയോഗിക്കണം നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ഇവന്മാർ. ഞാൻ ഏതാണ്ട് ഒരു 15 കൊല്ലം ഈ പറയുന്ന ഒരു സമൂഹ മധ്യത്തിലോ സോഷ്യൽ മീഡിയയിലോ മറ്റൊരു സ്ഥലത്തിലോ പറയാതെ ഞാൻ ഇതിന്റെ കൂടെ നിന്ന് ഇതിന്റെ ഭാഗമായിട്ട് നിന്ന് ഞാൻ പറഞ്ഞു നോക്കി. എനിക്കെതിരെ ഇവന്മാർ കൊട്ടേഷൻ കൊടുത്തതാണ്. എനിക്കെതിരെ 108 കേസുകൾ കൊടുത്തു. 12 തവണ എനിക്കെതിരെ മർഡർ നടത്തിയമാര്. ഞാൻ പറഞ്ഞ ഇതേ കൂടെ സൗര, നമ്മൾ എത്ര പേര് നന്നാക്കാൻ പോയാലും സ്വയം നന്നാവാതെ ആരും നന്നാവത്തില്ല. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് എടുക്കാൻ ഞാൻ റെഡി. മനസ്സിലായില്ലേ? എനിക്കിത് കൊണ്ട് എനിക്കിതും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന ആളുകളുടെ വിരോധവും വിദ്വേഷവും മേടിച്ചു വരുത്തുക എന്നുള്ളതല്ലാതെ എനിക്ക് ഈ പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാനിത് പറയുക തന്നെ ചെയ്യും. ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇവരെല്ലാം ഈ മാമോൻ സഭകളുടെ അടിമകളാണ്. ഈ മാമോൻ സേവകർ ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നും പറഞ്ഞ് നടത്തുന്ന മ്ലേച്ഛതകൾക്കെതിരെയും വചനവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒന്നും ഇവർ മിണ്ടില്ല, പ്രതികരിക്കില്ല. എന്നാൽ പിശാചിന്റെ ചട്ടുകങ്ങളായ ഈ പൈശാചികന്മാർക്കെതിരെ പ്രതികരിക്കുന്ന ഞങ്ങൾക്കെതിരെ
ശക്തമായി പ്രതികരിക്കും. ഇവരെല്ലാം പൈശാചിക ദാസന്മാരാണെന്നും ഇവരുടെ പിന്നാലെ പോകുന്നവരെല്ലാം പൈശാചിക മക്കളാണെന്നും ഉള്ളതിൻ്റെ ഏതാനും ചില തെളിവുകൾ മാത്രം ഞാൻ നൽകാം. ഈ വാർത്ത ഞാൻ ഇന്ന് ചെയ്യുന്നത് വലിയ റിസർച്ച് വർക്കൊന്നും നടത്തിയല്ല, ഒരു അരമണിക്കൂർ കൊണ്ട് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ചെയ്യുന്നതായതുകൊണ്ട് 99% സംഭവങ്ങളും വിട്ടുപോകാനിടയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വിഷയത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യം ഇന്ന് രാവിലെ കണ്ട ഒരു വാർത്ത നോക്കാം. പൊന്നമ്മ തോമസ് എന്ന 75-കാരിയായ വയോധികയെ നെഞ്ചത്ത് തൊഴിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയതിന് മകനായ ടിജോ തോമസിനെയും അവന്റെ കാമുകി റിൻസിമോളെയും കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. ടിജോ തോമസ് ഭാര്യയുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു എന്നും കഴിഞ്ഞ 6 മാസക്കാലമായി റിൻസി എന്ന യുവതിയെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയായിരുന്നു എന്നും ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായപ്പോൾ തടസ്സം പിടിക്കുവാനെത്തിയ ടിജോയുടെ അമ്മ പൊന്നമ്മ തോമസിനെ ടിജോ നെഞ്ചിൽ തൊഴിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ശരീരമാസകലം ഇടിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കോയിപ്പുറം പോലീസ് പറഞ്ഞത്. മൃതദേഹം കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ക്രിസ്ത്യൻ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലമെല്ലാം ഇതിലുണ്ട്. പള്ളിയുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു കുടുംബമാണിത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആൺമക്കളാൽ കൊല ചെയ്യപ്പെട്ട 4 ക്രിസ്ത്യൻ മാതാപിതാക്കളാണ് ഇവർ. ഇത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിന് സമീപം എഴുകുംവയലിൽ മകൻ അജീഷ് കുത്തിക്കൊലപ്പെടുത്തിയ പിതാവ് ആന്റണിയും മാതാവ് വത്സമ്മയും. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് അജീഷ് മാതാപിതാക്കളെ കത്തികൊണ്ട് മാരകമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം അജീഷ് തന്റെ മാതാപിതാക്കളുടെ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് എഴുകുംവയൽ ഇടവകയിലെ മുൻ വികാരിയച്ഛന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. ദൈവത്തിന്റെ വിളി വന്നതുകൊണ്ടാണ് മാതാപിതാക്കളെ കൊന്ന് സ്വർഗത്തിലേക്ക് അയച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഇത് തൃശൂർ പാവറട്ടിയിൽ മകൻ ബെൻഹർ കൊല ചെയ്ത മാതാവ് ഡോളി. ഇത് ഇടുക്കി തൊടുപുഴയിൽ മകൻ ലിജോ കൊലപ്പെടുത്തിയ റേച്ചൽ. മേൽപ്പറഞ്ഞ 4 കൊലപാതകത്തിന്റെയും കാരണം മക്കളുടെ ലഹരി ഉപയോഗവും തുടർന്നുള്ള കുടുംബ പ്രശ്നങ്ങളുമാണ്. ഇവരെല്ലാം തങ്ങളുടെ ഇടവകപ്പള്ളിയിൽ കൃത്യമായി പോകുന്നവരും സകല ആധ്യാത്മിക സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്. ഇനി മനസ്സിൽ പെട്ടെന്ന് വരുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് പറയാം. കേരളത്തെ നടുക്കിയ 2017 തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ കേഡൽ ജിൻസൺ രാജ സ്വന്തം കുടുംബത്തിലെ 4 പേരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേഡലിന്റെ അമ്മ റിട്ടയർഡ് ഡോക്ടർ ജീൻ പത്മ, കേഡലിന്റെ പിതാവ് റിട്ടയർഡ് പ്രൊഫസർ രാജതങ്കം, കേഡലിന്റെ സഹോദരി ഡോക്ടർ കരോലിൻ, ജീൻ പത്മയുടെ അന്ധയായ ബന്ധു 70-കാരിയായ ലളിത. ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായി ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുവാൻ ശ്രമിച്ചതാണെന്നാണ് മകൻ പോലീസിനോട് പറഞ്ഞത്. ഇവർ CSI തിരുവനന്തപുരം മധ്യകേരള മഹാ ഇടവകയിലെ LMS പള്ളി ഇടവകക്കാരാണ്. അതുപോലെ കേരളത്തെ ഞെട്ടിച്ച കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതിയായ ജോളി ജോസഫ് കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയിൽപ്പെട്ട ആളായിരുന്നു. കോഴിക്കോട് കൂടത്തായിലുള്ള ലൂർദ് മാതാ കത്തോലിക്ക പള്ളിയിലെ സജീവ അംഗമായിരുന്നു ജോളി ജോസഫ്. പള്ളിയിലെ വിശ്വാസപരമായ സകല കാര്യങ്ങളിലും വാർഡ് പ്രാർത്ഥനാ ഗ്രൂപ്പിലും സ്ത്രീകളുടെ കൂട്ടായ്മകളിലും ജോളി വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. നാട്ടുകാർക്കും ഇടവക്കാർക്കുമിടയിൽ വളരെ ഭക്തയായ ഒരു സ്ത്രീ എന്ന ഇമേജാണ് ജോളിക്കുണ്ടായിരുന്നത്. അച്ഛന്മാരുടെ സകല ധ്യാനയോഗങ്ങൾക്കും ഇവർ മുൻനിരയിൽ ഉണ്ടായിരുന്നു. ജോളി സയനൈഡ് കൊടുത്ത് 2002-നും 2016-നും ഇടയിൽ നൈസായി കൊന്നുകളഞ്ഞത് ഒരേ കുടുംബത്തിലെ 6 പേരെയാണ്. ഇതുപോലെ മാതാപിതാക്കളെ മക്കൾ എടുത്തിട്ട് ഇടിക്കുന്ന ധാരാളം ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. വൈദികന്റെ ഭാര്യ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രകാരം ഞങ്ങൾക്കത് നൽകുവാൻ നിവൃത്തിയില്ല. അതുപോലെ കേരളത്തിലുള്ള വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ കൊണ്ട് തള്ളിയിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. മക്കൾക്ക്, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും വിദേശത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമുള്ള ജോലി ഉള്ളതുകൊണ്ട് മാതാപിതാക്കളെ എങ്ങനെ ഇവിടെ വന്ന് പരിപാലിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രായത്തിൻ്റെ അവശത കൊണ്ട്, മക്കളാരും അടുത്തില്ലാത്തതിൻ്റെ ആ വ്യാകുലത കൊണ്ട് അവർ എവിടെയെങ്കിലും വേച്ച് വീണ് അസ്ഥിയും പൊട്ടി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ലാതെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ മാതാപിതാക്കൾ ഈ കേരളത്തിലുണ്ട്. കാരണം
മക്കൾക്കാർക്കും സമയമില്ല. ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റുന്ന ജോലിയുണ്ട്. പിന്നെ മാതാപിതാക്കളെ എങ്ങനെ ഇവർ നോക്കും? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ മാതാപിതാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ദുരവസ്ഥ ഇന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ധാരാളം പൈശാചിക സഭകൾ ഉണ്ട്. ഇവറ്റകൾക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് യാതൊരു സമയവുമില്ല. പ്രഭാത പ്രാർത്ഥന, മധ്യാഹ്ന പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, സൂത്തറ നമസ്കാരം, കെംദ നമസ്കാരം, വെള്ളിയാഴ്ച പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച കുർബാന, എടക്കുർബാന, പ്രാർത്ഥനായോഗം, സ്ത്രീ സമാജം, സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, ബാലികാ ബാലസമാജം, അങ്ങനെ എന്തെല്ലാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുത് മുതൽ വലുത് വരെയുള്ള നൊയമ്പുകൾ. പക്ഷേ അവസ്ഥ ഇതാണ്. കോയമാര് പെൺമക്കളെ റാഞ്ചിക്കൊണ്ടു പോകുന്നേ എന്ന് വിലപിക്കുന്ന കല്ലറങ്ങാടന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിനൊക്കെ കാരണം എന്താണ്? ഇതിൻ്റെ എല്ലാം പിന്നാലെ പോയിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ പൈശാചിക സഭകളെ നിന്റെയൊക്കെ ഈ ചവിട്ടുനാടകങ്ങൾ കൊണ്ട്, താരിപ്പുകൾ കൊണ്ട്, അതരവ്യായാമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? നമുക്കെവിടെയാണ് പിഴയ്ക്കുന്നത് എന്ന് ഇനിയെങ്കിലും വിശ്വാസികൾ ആലോചിക്കേണ്ടുന്ന സമയമാണ്. സഭയുടെ പരമനെ കൊണ്ടും മെത്രാച്ചന്മാരെ കൊണ്ടും ഒക്കെ കഴിപ്പിച്ചയക്കുന്ന വിവാഹങ്ങൾ പോലും 3 ദിവസങ്ങൾ പോലും തികയ്ക്കാതെ വേർപിരിയപ്പെടുന്നു. 100 കണക്കിന് വൈദികർ ഇന്ന് ഈ കേരളത്തിൽ ഡൈവേഴ്സ് ഫയൽ ചെയ്ത് കാത്തിരിക്കുന്നു. ഉണ്ണക്കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.